പോർഷൻസ് ഒക്കെ പ്രോപ്പറായി നോക്കി വരാൻ ഞാൻ പറഞ്ഞല്ലേ. മാർക്ക് കുറേ ഇന്നല്ലേ പറയാം വീട്ടുകാരൊക്കെ. സാറേ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ പഠിച്ചതായിനി. എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തേ. ഇങ്ങനെ കളത്തിലും പറഞ്ഞ കുറെ വീട്ടിൽ ഞാൻ കണ്ടാ. എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കല്ലേ. പാരൻസിൻ്റെ അടുത്ത് ഞാൻ എന്താ പറയേണ്ടത് മറുപടി? ഇപ്പോൾ വരും എല്ലാവരും കൂടി കുറ്റിയും പറിച്ച് എൻ്റെ അടുത്തേക്ക്. മാർക്ക് കുറഞ്ഞ് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഞാൻ എന്ത് മറുപടി പറയണ്ടേ? അത് പറയും കേട്ട് പറയും. സാറേ സോറി സാറേ, ഒന്ന് ക്ഷമിക്ക്. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞോളാം എൻ്റെ കുഴപ്പമാണ്. ഈ പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കല്ലേ എൻ്റെ അമ്മയും അച്ഛനും. ഇപ്പോൾ വരും എല്ലാം കൂടി. ഇല്ല സാറേ, ഞാൻ നോക്കിക്കോളാം. ഞാൻ വീട്ടിൽ എന്തേലും പറഞ്ഞോളുണ്ട്. എനിക്ക് ഇനി പോർഷൻസ് വേറെ കുട്ടിയെ എടുത്ത് കൊടുക്കാണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വേറെ ഉണ്ട്. അന്നെ നോക്കി നടക്കല്ലേ വേണ്ടി പോയിക്കൂടാട്ട്. സാർ എന്തൊക്കെയാ എന്നെ പറഞ്ഞു? ഞാൻ എന്താ വീട്ടിൽ പറയാ? എനിക്ക് സാറ് പറഞ്ഞ ഓർത്തൊരു പേടിയാവും. വീട്ടുകാരെടുത്ത് പറഞ്ഞ വീട്ടുകാരൊന്നും മനസ്സിലാക്കൂല. നേരെ സാർ പോയി ചീത്ത അറിയിക്കും ചെയ്യും. എൻ്റെ മിസ്റ്റേക്കാന്നുള്ള വീട്ടിൽ പറഞ്ഞ എനിക്ക് എന്തായാലും ചീത്ത കേൾക്കും. വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പേടിയാവും, നെഞ്ചൊക്കെ മിടിക്കുന്നു. അല്ല പറ, ഈ ഇടയിൽ ഇത്ര നേരം അന്നം കാത്തുക്ക വീട്ടുകാർ. ഈ ഇട പോയതേനി? ഞാൻ പുറത്തു പോയി വരുന്ന വഴിയാ. എൻ്റെ പൊന്നു മോളെ, നല്ല സീനായിട്ട്. എൻ്റെ മാർക്കൊക്കെ എന്താ കുറഞ്ഞേ? വീട്ടിൽ ഫുള്ള് അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിയണമെന്ന് എനിക്കറിയില്ല. വീട്ടുകാരെ മൊത്തം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ. ഏട്ടാ ഞാൻ ഇപ്പം എന്താ ചെയ്യാ? എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. വീട്ടിൽ പോവുക, അമ്മേനോട് അച്ഛനോട് സംസാരിക്കുക. മാർക്ക് കുറയുമ്പോൾ ആലോചിക്കണേ. കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുള്ള കുഴപ്പമില്ല എനിക്ക്. എന്താ ഏട്ടാ ഞാൻ ഇനി ചെയ്യാ? എന്താ ഏട്ടാ ചെയ്യാന്ന് നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്കൂളിൽ ക്ലാസ്സൊക്കെ എടുക്കുമ്പോ പഠിക്കണം. അതിന് ട്യൂഷനും വിടുന്നല്ലേ സെപ്പറേറ്റ് ആയിട്ട്. അതും കൂടെ പഠിച്ചോടെ എനിക്ക്. ആടുന്ന് കുഴപ്പം കളിച്ചിട്ടല്ലേ? ഏട്ടാ ഞാൻ പഠിക്കേണ്ട സമയത്തൊക്കെ നല്ലോണം പഠിച്ചിന്. എന്താ മാർക്ക് കുറഞ്ഞ എനിക്ക് അറിയില്ല. എന്താ ചെയ്യേണ്ടത് എന്നോടല്ലേ ചോദിക്കണ്ടേ? പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് കവർ ചെയ്താലേ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ പറ്റൂ. ഞാനൊക്കെ കണ്ടില്ലേ, ഞാൻ പെന്നേറ്റിലാണ് അപ്പോൾ പഠിച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ ഏച്ചി ചെയ്യുന്നത് MBBS മെഡിക്കൽ കോളേജിലല്ലേ, കോഴിക്കോടല്ലേ പഠിക്കുന്നത്. അനക്കാവൊന്നും അറിയില്ലേ? ഏട്ടാക്ക് പഠിക്കാൻ പറ്റാതെ എന്റെ കുറ്റാണ്. ഞങ്ങളൊക്കെ പഠിക്കേണ്ട സമയത്ത് വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ എവിടെയൊക്കെ കയറിയേ. പ്രിപ്പയർ ചെയ്യുന്ന നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈയൊക്കെ എന്തിനാ പോകുന്നേ? പഠിക്കാൻ തന്നെയാണോ അല്ല ചെക്കന്മാരെ നടക്കല? ഫുൾ ടൈം പഠിക്കൽ തന്നെയാ. കരഞ്ഞ് കാണിക്കല്ലേ. എന്ത് നല്ല അഭിനയ. എനിക്ക് സിനിമയ്ക്കൊക്കെ കിട്ടും. ഞാൻ നന്നായി അഭിനയിച്ചോ. മോളെ ഈ എന്താ പുറത്തേക്ക് നോക്കിക്കുന്നേ? ഒന്നുമില്ല, ഏട്ടൻ പോയി നോക്കിയതാ. ഈ ഒന്നും പഠിക്കല്ലേ? എന്റെ മാർക്കൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ. ഞാൻ എല്ലാത്തിനും പാസ്സാണല്ലോ. ഞാൻ നല്ലോണം പഠിക്കലും ഉണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടത്. വെറും ജസ്റ്റ് പാസ് അല്ലേ ആയിട്ടുള്ളൂ? ജസ്റ്റ് പാസ്സെങ്കിലും ആയല്ലോ. ഞാൻ കൊറേ പഠിക്കലുണ്ട്, പക്ഷെ നടക്കായിട്ടാ. കുറേ പൈസ കൊടുത്ത് ട്യൂഷനൊക്കെ വിടുന്നുണ്ടല്ലോ. മാർക്ക് കുറേ ഞങ്ങൾ കുടുംബക്കാർക്കാ നാണക്കേട്. 8ാം ക്ലാസ്സിൽ തോക്കും അവള്. ഇല്ല ഞാൻ തോക്കൂല, ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട്. ഓൺ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുള്ളൂ. ഇവിടെ നിൽക്കാൻ നോക്കണ്ട, വീട്ടിൽ കയറി പോകാൻ നോക്ക്. പോയി പഠിക്കടി. ആടെ നിൽക്ക്, ഈ ഏട്ടാ കയറി പോണേ. ഇങ്ങോട്ട് വാടി. ഇങ്ങനെ ഇത് നോക്കിക്കണേ, വണ്ടി എടുത്ത് വരിന്ന്. എന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്ന് എന്നെ നല്ലൊരു ടീച്ചർ എടുത്താക്കിയിട്ട് തന്നെ കാര്യം. എൻ്റെ ഒരു എനച്ചില് ആടെ നിൽക്കയ്യേ. അതുകൊണ്ട് വേഗം വണ്ടി ഇറക്കിന്ന്. ആടെ മുന്നിൽ കയറേ. ഇതേ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കല്ല അല്ലേ? ഓക്ക് വേറെ എന്താ പണിയുള്ള പോരേല്? കുത്തിരി കണ്ടോട് പഠിച്ചാൽ പോരെയൊക്കെ. നിങ്ങൾ വണ്ടി അടിക്കുന്നു. ഓക്കൊന്നും പഠിക്കാനും ആവില്ല. എന്തൊരു സ്വഭാവമാണ് എൻ്റെതൊക്കെ. പഠിച്ചോളൂ. എന്ത് കളിക്കല്ലേന്ന്? അല്ല മനുഷ്യന് രാവിലെ തൊട്ടിട്ട് എന്തൊക്കെ പണി പോലെ ചെയ്യുന്നുണ്ട്. ഒക്കെ നിങ്ങൾ കുത്തിരി പഠിക്കാനാണ് അതാത്. നിങ്ങളൊന്നും മിണ്ടാതെ തുടങ്ങണം കുത്തിരിനോടിട്ടോ. എന്ത് നല്ലോണം പഠിക്കുന്നുണ്ടെന്ന്? നല്ലോണം പഠിച്ച എങ്ങനെയാ മാർക്കിട്ട്? ഓരോ നാടാറക്കളി. എന്ത് പഠിക്കുന്നുണ്ട്? നീ എന്താ പഠിക്കുന്നത്? പഠിച്ചെങ്ങനെയാ കുട്ടിക്ക് മാർക്കിട്ട്? എന്ത് ചീത്ത പറയില്ലേന്ന്? മക്കളായ മര്യാദയ്ക്ക് പഠിക്കാനല്ലേ സ്കൂളിൽ പോകുന്നത്? അച്ഛന്മാരെ നല്ല നാലിനാട് പൊട്ടിച്ചാട്ടല്ല മക്കൾ നല്ലോണം പഠിച്ചോളൂ. നല്ലോണം പഠിക്കണ്ടമ്മേ. സ്കൂളിൽ തരുന്നൊക്കെ ഞാൻ അപ്പപ്പോ പഠിക്കുന്നുണ്ട്. പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. മക്കളൊക്കെ എന്തോ ഒരു മാർക്ക് വാങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഇവിടെ മാതിരിയാണോ എല്ലാം? എന്താണ് ഇതിനൊക്കെ ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? എനിക്കുണ്ടല്ലോ മനുഷ്യന്മാരെ മുഖത്ത് നോക്കണ്ടേ? ഞാൻ നല്ലോണം പഠിച്ചോളമ്മേ. പറ്റുന്ന പോലെ പഠിക്കാം. ഇതാണ് പോരാ, ഇതാണ് പോരാ. നിങ്ങൾ വണ്ടി നിർത്തി, ഒന്ന് വണ്ടി നിർത്തി. ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ എത്തിയിട്ട് ഏറ്റവും നല്ലോണം പഠിക്കാതെ നിൽക്കണ്ടേ? ഇങ്ങോട്ട് ഓടി. ആ ടീച്ചറേ, കണ്ണ് തുടക്കടി, കണ്ണ് തുടക്കടി. ആ ടീച്ചറേ,
ഞാൻ ഇവളെ ഇനി പറഞ്ഞിനി ഒരക്ഷരം പഠിക്കാനാവൂല. എത്ര വെച്ചിട്ടാ ഞാൻ പറഞ്ഞു കൊടുക്കത്? ഒന്ന് നോക്ക് പഠിക്കണ്ടല്ലാത്ത ഒരു പണിയിലൊക്കെ പൊരേല് എന്നിട്ടൊന്നും പറഞ്ഞാൽ കേൾക്കൂലെങ്കിലോ? പഠിക്കാൻ മാത്രം കഴിയില്ല, ബാക്കി എല്ലാ പരിപാടിക്കും കഴിയല്ലോ. തല്ലി തന്നെ പഠിപ്പിക്കണ തല്ലി പഠിപ്പിക്കണം. ഒന്നും പഠിക്കൂല. എത്ര വെച്ചിട്ടാ ഞാൻ പറഞ്ഞു കൊടുക്കുക? നിങ്ങൾ തച്ചാലും വേണ്ടിയില്ല, കുത്തിയാലും വേണ്ടില്ല, ഒന്ന് പഠിച്ചു കിട്ടിയാതി. ഓ, ഞാൻ നോക്കിക്കോളാം. നമുക്ക് മനുഷ്യന്മാരെ മൂത്ത് നോക്കണ്ടേ? ഒരു പണിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ലിപ്സ്റ്റിക് ഇട്ട് അത് തന്നെ അവരൊക്കെ മക്കളെ മാർക്കിനെ പറ്റി ചോദിച്ച നമ്മൾ എന്താണെന്ന് പറയാ. ഒരു പണി ഞാൻ ഇതിനെ പോരാൻ എടുപ്പിക്കില്ല. നിങ്ങൾക്കറിയാം, ഒരു മുറ്റടിച്ചു തരാൻ പറയല്ല, ഒരു പാത്രം കഴുകാൻ പറയല്ല. ഓൾ ഇട്ടത് ഉടുത്തതും കൂടെ ഞാൻ അവളെ കൊണ്ട് തിരുമ്പിക്കില്ല. ഇതുപോലെ എത്ര മക്കളെ പഠിപ്പിച്ചതാ. ഇതുപോലെ പഠിക്കാത്തവറ്റകളൊക്കെ തല്ലി പഠിപ്പിക്കണം. നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയാം, ഓളെ ഷെഡി വരെ ഞാൻ ആ തിരുമ്പി കൊടുക്കില്ല. നിങ്ങൾക്ക് നിച്ചുണ്ടോ? എന്നിട്ട് നിങ്ങൾ നോക്കി അതിന്റെ ഒരു സ്വഭാവം. പോക്കൊന്ന് പുസ്തകം എടുത്തിട്ട് പഠിച്ചാ പോരെ? നിങ്ങളൊന്ന് നല്ലോണം നീനെ പറഞ്ഞു കൊടുത്തൊന്ന് പഠിപ്പിച്ചു കൊടുക്കും ടീച്ചറെ. ഇൻസ്റ്റാഗ്രാം, ലിപ്സ്റ്റിക്, മേക്കപ്പിന്റെ പുറകെ പോവല്ലേ, അതിനേ സമയമുള്ളൂ. പിന്നെ കണ്ട ചെക്കന്മാരെ വായിലും നോക്കി നടക്കുക. ഇതൊക്കെ എപ്പോഴത്തെ കുട്ടികളെ പണി. ഇതാണ് ഓരോ ട്രെൻഡിങ്ങും. എന്നിട്ട് പാരൻസിനോട് ഫോൺ വാങ്ങുക, ക്ലാസ്സാന്നും പറയാ. അപ്പൊ ക്ലാസ് എന്താ? ഇതിലെ ഇൻസ്റ്റാഗ്രാമിലെ ക്ലാസ്സാ. എന്താ പറയണ? മിണ്ടി പോകരുത് കേട്ടില്ലേ? മര്യാദക്ക് കുത്തിന് പഠിച്ചോളേണ്ടി. ഒക്കെ റെഡിയാക്കാം, വാ അങ്ങോട്ട്. അതൊന്നും ഒരു വിഷയവുമില്ല, ഒക്കെ പഠിപ്പിച്ച് സെറ്റാക്കി കളാം. പിന്നെ പരാതി ഒന്നും പറഞ്ഞു വരരുത് കേട്ടോ. ബുക്ക് എടുത്തില്ല. എന്നെ പഠിപ്പിക്കാനുള്ള ബുക്കൊന്നും ഈ കൊണ്ടുവരണ്ട. എന്നെ പഠിപ്പിക്കാനുള്ള ബുക്കൊക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പുസ്തകമൊന്നും വേണ്ട, ഇവിടെ ഇരുന്നിട്ടേ പഠിക്ക്. എന്നിട്ട് ഞാൻ ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ തരാം, അതൊക്കെ ചെയ്തു വെക്ക് കേട്ടോ. എൻ്റെ റേഞ്ച് എന്താണെന്ന് അറിയണമല്ലോ. വാ അങ്ങോട്ട്, വന്നേ പറ്റുള്ളൂ. വല്ലാത്തൊരു കൂള് തന്നെ. എന്താ മോളങ്ങനെ ചെയ്യുന്നത്? ഈ നിങ്ങൾ എന്തൊക്കെ മനുഷ്യ പോയി വണ്ടി ഇടിക്കും നാട്ടിൽ അല്ല ഇവിടെ അങ്ങനെ നോക്കിക്കുക. ഒന്ന് വേഗം പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ചെറിയ 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുള്ളൂ, ഉയർന്ന ക്ലാസ്സിലൊന്നും അല്ലല്ലോ. പെൺകുട്ടികളെ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ച് സ്വന്തം നിലയിൽ നിന്നില്ലെങ്കിലേ ഒരു വിലയുണ്ടാവില്ല. എനിക്കറിയാം എന്റെ കഥ എന്താന്നുള്ളത്. ഓ, പിന്നെ അല്ലാതെയാ. നല്ലോണം പഠിക്കണം മക്കള്. പഠിക്കുന്നുണ്ടല്ലോ. എന്ത് പഠിക്കുക? പിന്നെ എല്ലാവരും പഠിച്ച് എല്ലാം IAS IPS ഒക്കെ ആയാൽ മതിയോ? IAS IPS ആവുന്നതാണോ? നല്ലോണം പഠിക്കേണ്ടത് നല്ലോണം പഠിക്കുക തന്നെ ചെയ്യണം. എല്ലാവർക്കും ജോലിയുണ്ട്. വേറെ എന്തൊക്കെ ജോലിയുണ്ട്? പെൺകുട്ടിയൊക്കെ കണ്ടോലെ പൊരേ പോയി നിൽക്കാനുള്ളതാ. ഓല് ഇങ്ങനെ എന്നും ഒരു തപ്പിപ്പിടിച്ച് പഠിച്ചൊന്നും ആയാൽ പോരാ. നല്ലോണം പഠിക്കാൻ നല്ലോണം തന്നെ പഠിക്കണം. നല്ല മാർക്ക് തന്നെ കിട്ടണം. നിങ്ങളൊക്കെ ഓരോ തകരാറ് തന്നെ. അതൊക്കെ എന്ത് തകരാറ്? നിങ്ങൾക്കൊക്കെ അതായിട്ട് പറഞ്ഞാൽ മതി. പൊരേൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിനിങ്ങാണ്ട് അടുക്കള പണി എടുത്തുകൊണ്ട് കഴിഞ്ഞു വിടാനുള്ളതല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്തോ ഒരു മാർക്കാണ് കിട്ടുന്നതെന്ന് അറിയങ്ങൾ. ഓളെത്തേണ്ടോളെത്തും. ആ, തൊണ്ടോടത്തിലെത്തുക. പിന്നല്ലാതെയാ. എന്ത് പിന്നെ അല്ലാതെയാന്ന്? നല്ലോണം പഠിക്കണം. ഇത്ര പഠിച്ചാൽ മതിയോ? നിങ്ങൾ നിർത്തി. ഇതാണ് ആ മാഷ പോരാ. നിങ്ങൾ അവിടെ നിർത്തി. ഓ, ഇവിടെ തന്നെ ഉണ്ട് അടക്കിങ്ങൾ. ഞാൻ മാഷത്തി പോണേ അടക്കിങ്ങൾ. മാഷേ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ? ആ സാറേ, ഞാൻ വിളിക്കട്ടോ. ഞാനൊരു ചെറിയ മീറ്റിങ്ങിലാണ്. ഞങ്ങളെ കാണാൻ ചർച്ച ചെയ്തു. നിങ്ങൾ എന്തേത്താ കുട്ടീനെ പഠിപ്പിക്കല്? കുട്ടീനെ മാർക്ക് കണ്ടോ? ആരെ പേരെന്താണ് മനസ്സിലായില്ല. ഞാൻ പാറുവിന്റെ അമ്മയാണ്. ആ, പാറുവിന്റെ അമ്മയാണോ? ഞങ്ങളെ കാണുന്ന വെച്ചിരിക്കേനെ. ആ കുട്ടിയുടെ കേസ് വളരെ ഡിഫറെന്റ് ആണ്. എന്താ കുട്ടീന്റെ കേസ് ഡിഫറെന്റ്? നിങ്ങൾ തരുന്ന ഫീസാണ്. ഓക്കെ, അതിനുള്ള എല്ലാ അക്കാഡമിക് സപ്പോർട്ടും ഞങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എത്ര കുട്ടികളോട് പഠിക്കുന്നുണ്ട്? ഇത്രയും പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടീനെ അതിനെ കണ്ടിട്ട് കൂടില്ല. ഇൻഡിവിജ്വൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ നോട്ട്സ് കൊടുക്കുന്നുണ്ട് ആ കുട്ടിക്ക്. അത്രയും സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഒരു എൻകാപ്സുലേറ്റ് ആണ് കൊടുക്കുന്നത് ആ കുട്ടിക്ക്. അത്രയും സിമ്പിൾ ആയിട്ട് നോട്ട്സ്. എന്താ അത്രയും സിമ്പിൾ ഞങ്ങൾ പറയണേ? കുട്ടിക്ക് എന്തൊരു മാർക്ക് ഞങ്ങളോട് പരീക്ഷന്റെ പേപ്പർ ഉണ്ടോ? ഞാൻ പറയുന്നത് കേക്ക് നിങ്ങൾ ആ സമാധാനത്തില്. നിങ്ങളിവിടെ വലിയ ബോർഡൊക്കെ വെച്ച് കുത്തിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനു ഉത്തരിക്കും വലിയ ബോർഡ് വെച്ച് കണ്ടി? മനസ്സിലാക്കി. എന്ത് പറയണം മനസ്സിലാക്കാൻ? നിങ്ങളെ കുട്ടികളുടെ കപ്പാസിറ്റി ഇല്ല. നിങ്ങൾക്ക് ഞങ്ങൾ വേറെ മക്കൾക്ക് കഴിവില്ല എന്നാണ് നിങ്ങൾ പിന്നെ ഫീസ് വാങ്ങിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്ന രീതി വേറെയാണ്. ഞങ്ങളെ കഴിഞ്ഞ അത്രയും അക്കാഡമിക്കലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലി വരെ ഞങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടീനോട് കഴിവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടീനോട് കഴിവില്ല. വലിയ ബോർഡൊക്കെ വെച്ച് കുത്തിരിക്കണ്ടല്ലോ അവിടെ. നിങ്ങൾക്ക് ബോർഡ് വെച്ച് കുത്തിരിക്കാൻ മാത്രം മതി. മക്കളെ മതി പഠിപ്പിച്ചു കൊടുക്കാനാവില്ലെങ്കിൽ ബോർഡ് വെച്ച് കുത്തിരിക്കണോ? പഠിപ്പിക്കാനാവില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വേറെ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്. ഞാൻ ഓൾ എടുത്താക്കിക്കോളൂ കേട്ടോ. ഒരു വലിയൊരു ടീച്ചർമാർ വന്നിരിക്കുന്നത് അല്ലോ അല്ലേ? നിങ്ങൾക്ക് പഠിപ്പിക്കാനാവില്ല, പഠിപ്പിക്കാൻ അറിയില്ല എന്നോട് പറഞ്ഞാൽ വേറെ ഉണ്ട് ട്യൂഷൻ എടുക്കുന്ന ടീച്ചർമാർ. ഞാൻ ആടെ കൊണ്ടുപോയി. നിങ്ങൾ വലിയൊരു ആൾക്കാർ പോയിക്കൊള്ളായിരുന്നു. വണ്ടി എടുക്കും മനുഷ്യ. നിങ്ങൾ എന്താ കളിക്കുന്നത്? എന്താ ചെയ്യാ?
ഓരോ പേരൻസ് വന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ഉമ്മക്കൊരു ബോധമുണ്ട്. ഓൾക്ക് ടീച്ചർമാർക്ക് പഠിപ്പിക്കാനാവില്ല നമ്മളെന്താ ചെയ്യേണ്ടത്? ഡിഫറെന്റ് അല്ല, അതുപോലെ മനസ്സിലാക്കണ്ടേ. ഞാൻ ഫ്രഷ് ആവാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചതൊന്നും എന്താണ് പഠിച്ചില്ല. വെറുതെ വായും പൊളിച്ച് നോക്കിയിരിക്കും അല്ലേ? പുസ്തകത്തിലെ ചിത്രവും കണ്ട് ഇതൊക്കെ പഠിച്ചു തീർക്കാനുള്ളത് അതൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇനി എപ്പോഴാ ഇത് എപ്പോഴാ പഠിച്ചു തീർക്കുക? എന്തോരം ചാപ്റ്റേഴ്സ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് എപ്പം പഠിച്ചു തീർക്കുക? ഇത്രയും സമയം അങ്ങോട്ട് കളഞ്ഞ് ഇതെല്ലാം പഠിച്ച് തീർത്തിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ മതി. അതുവരെ ഇവിടെ ഇരുന്ന് അത് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇത് പഠിക്കാതെ എഴുന്നേറ്റ് പോകുക ഒരു പച്ച വെള്ളം കിട്ടൂല കേട്ടോ. വൈകുന്നേരം ട്യൂഷന് എല്ലാ ദിവസവും ഞാൻ ചായ കൊടുക്കുന്നു. അന്ന് ചായയും ഇല്ല, ഒന്നുമില്ല. വേഗം നോക്കിക്കോ, വേഗം തുടങ്ങിക്കോ, ഇവിടെ തൊട്ട് തുടങ്ങിക്കോ. റീൽസ് ഒക്കെ കാണുകയാണെങ്കിൽ എത്ര സമയം സന്തോഷത്തോടു കൂടി വായും പൊളിച്ചതിലേക്ക് നല്ലോണം നീനെ പറഞ്ഞു കൊടുത്ത് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും ടീച്ചർ. പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കുക, അതൊന്ന് തുറക്കുക എന്ന് പറഞ്ഞാല് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവരെ തുടങ്ങി അവിടെ ഓരോ അഭിനയം പഠിക്കാതെ കാണല്ലേ. എന്താ എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? എന്താ പറ്റിയേ? അന്റെ പഠിപ്പിക്കല് എന്താ പറ്റിയ മോക്ക്? ഓൾ അഭിനയിക്കാന്ന്. അഭിനയിക്കല്ല, മോക്ക് എന്താ പറ്റിണ്ട്? ഓളോരോ അഭിനയ കണ്ടോളി, പുതിയ അഭിനയം. മോളെ അഭിനയല്ല, മോക്ക് ബോധല്ല. മോളെ 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 പാറു, ഈ ഓരോ മോളെ ട്യൂഷന് പറഞ്ഞേക്കലാ. മോളെ നീക്ക് നീക്ക് കളിക്കല്ലേ മോളെ. മോളെ നീക്ക് മോളെ പിടിക്ക് കുഞ്ഞേട്ടാ, പിടിക്ക് കാലുമ്പോ പിടിക്ക് കുഞ്ഞേട്ടാ, ഇടിക്ക് പിടിക്ക് പിടിക്ക് കൊണ്ടുപോകുക. അയ്യോ എന്താ പറ്റി മോളെ? മോളെ വാതിൽ തുറക്കി, വാതിൽ തുറക്കി മോളെ. മോളെ ട്യൂഷന് പറഞ്ഞേക്കല മോളെ മോളെ. സാറേ ഒന്ന് വേഗം നോക്കി സാറേ. സാറേ ഒന്ന് മോളെ വേഗം നോക്കി. അവള് ഞാൻ മോളിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ വീണെടുക്കുന്ന കാണുന്നത്. ബോധമില്ല, എന്താ പറ്റിയ സാറേ ഒന്ന് നോക്കിയേ കുട്ടീനെ. കരണ്ട, ഡോക്ടർ പറയൂ, ഡോക്ടർ നോക്കണ്ടല്ലോ. കരയാതെ കാര്യം എന്താന്ന് പറ, എന്താ സംഭവിച്ചതെന്ന് പറ. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കും, പുറത്തേക്ക് ഇരിക്കാൻ നോക്കിയിട്ട് പറയാം. സിസ്റ്റർ അവരൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി നിർത്തും. ശരിയാവും, ഡോക്ടർ നോക്കണ്ടല്ലോ. Het is allemaal goed gegaan. U bent op dit moment op de intensive care. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, കുട്ടിക്ക് ചെറിയൊരു പാനിക് അറ്റാക്ക് വന്നതാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഇത്രയും ടെൻഷൻ വരാൻ എന്താ ചെയ്ത്? എന്താ സംഭവിച്ച വീട്ടിൽ? എന്താ കുട്ടി ഇങ്ങനെ വരാൻ കാരണം? എന്താണ് ഇൻസിഡന്റ് എന്താ ഉണ്ടായത്?